വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാം, ഒരുപാട് ഉയരങ്ങളിലെത്താം. അതിനൊക്കെ ഒരുപാട് പ്രചോദനം നൽകുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തൃശ്ശൂരായിരുന്നു. ആദ്യമായി ഞാൻ എൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. പിന്നെ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഒരു പാട്ട് പാടുന്നില്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സിന് യുഗമാണ്. വെറുതെ 4 പേര് പാടിക്കഴിഞ്ഞാൽ നമുക്ക് പാട്ടാക്കാം. അപ്പോൾ ഇങ്ങനെ പഠിക്കാനായിട്ട് ഒരു അടിസ്ഥാനപരമായ ഒരു സ്ഥാപനങ്ങളില്ലാത്ത കാരണം, അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ ഇല്ലാത്തത് കാരണം ഈ ചാനൽ വഴി റിയാലിറ്റി ഷോ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ സമയത്ത് ഈ കുട്ടികൾക്ക് യാതൊരു പരിജ്ഞാനവും കിട്ടുന്നില്ല. സംഗീതത്തിലായാലും അല്ലെങ്കിൽ എന്ത് കലയിലായാലും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഒരാഴ്ചയ്ക്ക് വേണ്ടി പഠിപ്പിക്കുക. അത് കൃത്യമായിട്ട് ചെയ്ത് ചെറിയൊരു ടാലന്റ് മതി. അപ്പൊ അത് വെച്ചിട്ടാണ് റിയാലിറ്റി ഷോയിലൊക്കെ പോയിട്ട് ഇവരൊന്ന് പാടിയോടെ തെളിയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും മറക്കും. അപ്പോഴേക്കും വേറെ ആൾക്കാർ ഇങ്ങനെ തുടർന്ന് പോയി പഠിക്കും. അടിസ്ഥാനപരമായിട്ട് ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും നമ്മൾ അറിയപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ആ സന്തോഷം, ആത്മസന്തോഷം കിട്ടുകയുള്ളൂ. അത് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വരണം, നല്ല പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവണം. എല്ലാവരും അതിനുവേണ്ടി, നമ്മളുടെ മാതാപിതാക്കൾ അതിനുവേണ്ടി അവരുടെ